ജി കോയിൻസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ ജി കോയിൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോയിൻ 1 രൂപയാണ്. സോ നമ്മളിപ്പോ 100 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 100 ജി കോയിൻസ് നമുക്ക് കിട്ടുന്നുള്ളതാണ്. പക്ഷെ എപ്പോഴും 100 രൂപയ്ക്ക് കിട്ടില്ല. പലപ്പോഴും UPV ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോഴേ 10,000 ജി കോയിനായിട്ട് തിരിച്ചു കിട്ടുള്ളൂ. ഇത് നമുക്ക് പല സാഹചര്യങ്ങളിലും നമുക്ക് പല സ്റ്റേജുകളിലായിട്ട് ഇത് നമുക്ക് റിഡീം ചെയ്യാം അഥവാ എൻകാഷ് ചെയ്യാം. അതിനുള്ള കാര്യങ്ങളാണ് നമ്മുടെ മൈ സർക്കിളിൽ പറഞ്ഞത്. അവിടെയൊക്കെ നമുക്ക് എൻകാഷ് ചെയ്യാൻ പറ്റും. അതല്ലാതെ തന്നെ നമുക്ക് ആപ്പിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പല ബിഗ് ബ്രാൻഡുകളിലും ചില ബ്രാൻഡുകളൊക്കെ താഴെ ചെറുതായിട്ടൊരു ഗോൾഡ് കോയിൻ കാണിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ ആ ബ്രാൻഡുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ ടോട്ടൽ ബിൽ എമൗണ്ടിന്റെ 5% ജി കോയിൻ ആയിട്ട് കൊടുക്കാം. സോ ജി കോയിൻ ശരിക്കും നമുക്കൊരു ക്യാഷ് ബാക്ക് തന്നെയാണ്. പക്ഷേ അത് നമുക്ക് കിട്ടിയ ഉടനെ തന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ സാധാരണ ജി മണി വരുന്നത് പോലെ ജി മണി വന്ന് നമ്മുടെ ആപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ ജി കോയിൻ അങ്ങനെയല്ല. അത് നമ്മൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഓരോ പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ആയിട്ട് അതിനെ എൻകാഷ് ചെയ്യാൻ പറ്റും. സോ വി ഹാവ് ടു വെയിറ്റ് ഫോർ സം ടൈം. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ദാറ്റ് മീൻസ് 100 രൂപ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 100 പോയിന്റ്സും ജി പോയിന്റ്സും അല്ലെങ്കിൽ കോയിൻസും കിട്ടുമെന്നാണ് പറയുന്നത്. ജി കോയിൻസ്, അതെ, ജി കോയിൻസ് 100 എണ്ണം നമുക്ക് കിട്ടും. അതെ, കിട്ടും. ഓക്കെ, അത് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 5% അല്ലെങ്കിൽ 10% ക്യാഷ് ബാക്ക് വേറെ. ക്യാഷ് ബാക്ക് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. ജി കോയിൻ എക്സ്ട്രാ ആണ്. അത് ഓരോ രൂപ പർച്ചേസിനും ഓരോ ജി കോയിൻ വീതം കിട്ടിക്കൊണ്ടിരിക്കും. അത് നമുക്ക് മറ്റുള്ള ഈ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിന് സ്പെഷ്യലി അപ്രൂവ് ചെയ്തിട്ടുള്ളിടത്ത് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്, അല്ലാത്തടത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് വളരെ സിമ്പിൾ ആണ്. കാരണം കൂടുതൽ കമ്മീഷൻ കൊടുക്കുന്ന സ്ഥലത്ത് ജി കോയിൻ കൂടി ആഡ് ചെയ്യാം. കുറച്ച് കമ്മീഷൻ കിട്ടുന്ന സ്ഥലത്ത് ക്യാഷ് ബാക്ക് മാത്രമേ ജി കോയിൻ ഉപയോഗിക്കാൻ പറ്റില്ല. വളരെ സിമ്പിൾ. നമ്മൾ വളരെ ട്രാൻസ്പെറന്റ് ആണ് കാര്യങ്ങളൊക്കെ. നമ്മുടെ ജി മണി ഇപ്പൊ പറഞ്ഞു, ജി മണി, ഈ ജി മണി നമുക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ചാർജ് വരുന്നുണ്ട്, അല്ലെങ്കിൽ താമസം എന്തെങ്കിലും ഉണ്ടാവും, പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ? ജി മണി ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചാർജ് നമുക്ക് UPV ഇപ്പൊ എന്റെ കയ്യിൽ ഒരു 2 UPV ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ 2 UPVs ഉണ്ട്. അപ്പൊ വേറൊരു യൂസറിന്റെ കയ്യിൽ UPV ഇല്ല. അപ്പൊ അയാൾക്ക് മൈ സർക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ UPV ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നതാണ്. ജി കോയിൻ ബിഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ജി കോയിൻ എക്സ്ട്രാ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്റെ ഇത്രയും ജി കോയിൻ ഉണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടവരത് വാങ്ങിക്കും. ഈ പൈസ പറഞ്ഞാൽ 10,000 ജി കോയിൻസ് കൊടുത്തു കഴിഞ്ഞാൽ 10,000 കിട്ടിയെന്ന് വരില്ല, ചിലപ്പോൾ 5,000 2,000 ആയിരിക്കും. അത് ബിഡിംഗ് ആണ്. സെയിം വേ UPV നിങ്ങൾക്ക് ബിഡിന് വെക്കാന്നാണ് പറഞ്ഞത്.